ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് കുറച്ച് കൊഴുവ വറുക്കാം കേട്ടോ. ഒരു 1/2 കിലോ കൊഴുവയുണ്ട്. നമുക്ക് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ മതി. നമുക്ക് ഇതിലേക്ക് തന്നെ ഇടാം. പെട്ടെന്ന് വറുക്കാമൊന്നും വെച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയുണ്ട്. കാശ്മീരി മുളക് പൊടിയാണിത്. എരിവൊന്നും വേണ്ട, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുക്കണം. കുറച്ച് കുരുമുളക് ചേർക്കണുണ്ട് അതിൻ്റെ കൂടെ. കുരുമുളക് 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഉപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുവാണ്. ഇതൊന്നും നമുക്ക് പുരട്ടി വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഉപ്പൊക്കെ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വറുക്കാം. ഉപ്പ് പിടിച്ചപ്പോൾ ഉപ്പ് കുറഞ്ഞ പോലെ തോന്നണം. ഇത് മാറ്റി വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കാം കേട്ടോ. എവിടെ ഇരിക്കട്ടെ. കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. പേപ്പറിലേക്ക് വറുത്തിടാം, അല്ലെങ്കിൽ എണ്ണ പിടിക്കും പാത്രം കൊഴുവേലും എല്ലാം. ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ ചാനലിൻ്റെ പേര് ശാന്തിനി കിച്ചൺ തന്നെയാണ്. എൻ്റെ പേര് സതീഷ് എന്നാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സതീഷാണ് വന്നേക്കുന്നത്. ഞാൻ തന്നെയാണ് ആ ആള്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കാണാണ്ടേ ഇരിക്കേണ്ട. സതീശൻ എൻ്റെ പേരാണ്. എൻ്റെ പെങ്ങളുടെ കുട്ടിയുടെ പേരാണ്, ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ കുട്ടിയുടെ പേരാണ് ശാന്തിനി കിച്ചൺ. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മരുന്നിട്ടിട്ട് കുറച്ച് ഇതെടുത്ത് വരാം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം കേട്ടോ. കൊഴുവ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന് കൂടിയിട്ട് എടുക്കാം. അപ്പോൾ കൊഴുവ ഫ്രൈ ചെയ്തത് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും വീഡിയോ കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് എൻ്റെ വീഡിയോ. അപ്പോൾ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരേക്കും ബൈ.